ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ വൃത്തങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ ആദ്യം പറഞ്ഞ ഈ ഒരു ഭാഗം അല്ലേ, ആരം എന്ന് പറയുന്ന ഭാഗം, അതുപോലെ ആരം രണ്ട് ഭാഗത്തോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വ്യാസം. അങ്ങനെ വ്യാസം നമ്മുടെ വൃത്തത്തെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഓരോ ഭാഗവും നമ്മൾ അർദ്ധവൃത്തം എന്ന് പറയുന്നു, അല്ലെങ്കിൽ സെമി സർക്കിൾ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പഠിക്കാനുള്ളതാണ് നമ്മുടെ ഞാൺ എന്ന് പറയുന്ന ഭാഗം. ഞാൺ എന്ന് പറയുമ്പോൾ രണ്ട് പോയിന്റുകൾ കൂട്ടിമുട്ടിച്ച് വരയ്ക്കുന്ന, ഒരു വൃത്തത്തിൽ രണ്ട് ബിന്ദുക്കൾ കൂട്ടിമുട്ടിച്ച് വരയ്ക്കുന്ന ഏത് വരകളെയും നമ്മൾ വിളിക്കുന്നത് ഞാൺ എന്നാണ്. അങ്ങനെ കേന്ദ്രത്തിലൂടെ പാസ് ചെയ്യുന്ന ഞാണിനെയാണ് നമ്മൾ വ്യാസം എന്ന് വിളിച്ചിട്ടുള്ളത്. കൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു വൃത്തത്തിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന മാക്സിമം വലിപ്പമുള്ള ഞാണാണ് നമ്മുടെ വ്യാസം. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. സോ അടുത്തതായിട്ട് നമുക്കിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വൃത്തത്തിൽ നമ്മളൊരു ഞാണ് വരച്ചു. ഞാണ് വരച്ചു. അങ്ങനെയെങ്കിൽ ആ ഞാണ് നേരത്തെ നമ്മൾ വ്യാസം വൃത്തത്തെ രണ്ടെണ്ണാക്കിയ പോലെ ഈ ഞാണും നമ്മുടെ വൃത്തത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇങ്ങനൊരു ഭാഗമായിട്ടും മുറിക്കുന്നുണ്ട്, മാറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ, ഒരു ഞാണ് വഴി ഒരു വൃത്തം മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന രൂപങ്ങൾ, ഇത്തരത്തിലുള്ള ഞാണുകൾ വഴി വൃത്തം മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന രൂപങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചിത്രത്തിൽ കാണുന്ന പോലുള്ള ഫിഗേഴ്സ് ആയിരിക്കും. ഇതുപോലെയുള്ള രൂപങ്ങളാണ് നമുക്ക് കിട്ടുക. ഇതിൽ നമുക്കറിയുന്ന കാര്യം, വൃത്തത്തിൻ്റെ കേന്ദ്രം ഏകദേശം ഈ ഒരു ഭാഗത്തായിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ കറക്റ്റ് നടുവിലൂടെ മുറിച്ച സമയത്ത് നമുക്ക് രണ്ട് അർദ്ധവൃത്തങ്ങൾ കിട്ടിയ പോലെ, ഇവിടെ നമുക്ക് തുല്യമായിട്ടുള്ള രണ്ട് പകുതികളല്ല ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തുല്യമായിട്ടുള്ള അർദ്ധവൃത്തങ്ങളാണ്, വൃത്തങ്ങളുടെ പകുതിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം മുറിച്ചത് വ്യാസം വഴിക്കല്ല, നമ്മൾ ഞാണിലൂടെയാണ് മുറിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റില്ല, അർദ്ധവൃത്തം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഇത്തരത്തിൽ ലഭിക്കുന്ന വൃത്തങ്ങളുടെ രൂപങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ്, ഇതുപോലെ ലഭിക്കുന്ന വൃത്തങ്ങളുടെ ഭാഗം, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മൾ വൃത്തഖണ്ഡം അല്ലെങ്കിൽ സെഗ്മെൻറ്റ് എന്ന് വിളിക്കും. ഈ ഒരു ഭാഗം, ഇങ്ങനെയുള്ള ഭാഗത്തിനാണ് നമ്മൾ വൃത്തഖണ്ഡം അല്ലെങ്കിൽ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ എന്താണ് ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ് ഒരു വൃത്താണ്ഡം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഓർത്തിരിക്കുക. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ഒരു വൃത്തം വരച്ച് വ്യാസത്തിലൂടെ മുറിക്കുമ്പോൾ നമുക്ക് രണ്ട് അർദ്ധവൃത്തങ്ങൾ കിട്ടും. ആ വ്യാസത്തിലൂടെ മുറിച്ചതിന് പകരം നമ്മൾ വൃത്തത്തെ എന്ത് ചെയ്തു, ഞാണിലൂടെയാണ് മുറിച്ചതെങ്കിൽ ഇത്തരത്തിലുള്ള രണ്ട് രൂപങ്ങൾ, ഇത്തരത്തിലുള്ള ഒരു ചെറുതും വലുതുമായിട്ടുള്ള ഇത്തരത്തിലുള്ള രണ്ട് രൂപങ്ങൾ നമുക്ക് കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിട്ടുള്ളത്, സെഗ്മെൻറ്റ് അല്ലെങ്കിൽ വൃത്തഖണ്ഡം എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കുക, ഒരു ഞാണ് വൃത്തത്തെ രണ്ടെണ്ണാക്കി മുറിക്കുന്നുണ്ട്. ആ രണ്ട് ഭാഗങ്ങളെ നമ്മൾ വിളിക്കുന്നതാണ് സെഗ്മെൻറ്റ് അല്ലെങ്കിൽ വൃത്തഖണ്ഡം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിൽ സീരിയസ് ആയിട്ട് പഠിച്ചിരിക്കാനുള്ളത്. ഇനി മറ്റൊരു രൂപം കൂടെ ഉണ്ട് നമുക്കതിൽ വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ നമ്മളത് അധികം ഉപയോഗിക്കുന്നില്ല. മുൻപ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്നാലും നമ്മളിപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ആവശ്യമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഇങ്ങനെ നമ്മളൊരു ആരം വരച്ചിട്ടുണ്ട്, അതുപോലെ മറ്റൊരാരം വരച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്ക് രണ്ട് രൂപങ്ങൾ കിട്ടുന്നുണ്ട് അല്ലേ. ഇതുപോലെ കിട്ടുന്ന രണ്ട് രൂപങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രൂപങ്ങളെ നമ്മൾ ഒരു പേര് പറയും,
ഇതുപോലെ നമുക്ക് കിട്ടുന്ന വൃത്തത്തിൻ്റെ രൂപങ്ങൾ നമ്മളൊരു പേര് പറയും. അതിനെ നമ്മൾ സെക്ടർ എന്ന് പറയും. സെക്ടർ അല്ലെങ്കിൽ വൃത്താംശം എന്ന് മലയാളത്തിൽ നമ്മൾ പറയും. അപ്പോൾ വൃത്താംശം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, ഇതുപോലെയുള്ള ആരത്തിലൂടെ വൃത്തം മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇങ്ങനെയുള്ള രൂപങ്ങളെയാണ് വൃത്താംശം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ വൃത്തഖണ്ഡം, വൃത്താംശം എന്നുള്ള ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. നമ്മളത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള രൂപങ്ങളാണ് എന്ത് ചെയ്യുക, അതിൽ കിട്ടുക. സോ അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ്, നമ്മൾ ഈ കേക്കെല്ലാം മുറിക്കുന്ന പോലത്തെ ഈ ഒരു ഭാഗത്തിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള രൂപങ്ങളെയാണ് നമ്മൾ വൃത്താംശം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനില്ലാത്തതുകൊണ്ടാണ് അത്രയും ഇമ്പോർട്ടൻസ് ആക്കിയിട്ട് പറയാത്തത്. എന്നാലും ഒന്ന് ഓർത്തിരിക്കുക, വൃത്താംശം എന്ന് പറയുന്ന ഭാഗം. സോ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇനി അതുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ചില ക്വസ്റ്റ്യൻസാണ് നമുക്കിനി പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്ത് ഓർത്തിരിക്കുക. സോ ബാക്കി വരുന്നത് ഇതിലിനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു വൃത്തത്തിൻ്റെ അർദ്ധവൃത്തം, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചില ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ സിമ്പിളായിട്ട് നമുക്കൊരു പ്രൂഫ്, ഒരു തെളിയിക്കാനുള്ള ഒരു പ്രോബ്ലവും അതുപോലെ തന്നെ ഒരു 2-3 മാർക്കിൻ്റെ സിമ്പിളായിട്ടുള്ള 1 വേർഡ് പോലുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും കൂടെ അതൊന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക, എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ആ ഒരു കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യം തന്നെ, ഇതുപോലെ ഒരു വൃത്തം നമ്മൾ വരച്ച്, നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് ആ വൃത്തത്തെ ഒരു അർദ്ധവൃത്തമാക്കി മാറ്റി. അർദ്ധവൃത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് നടുവിലൂടെ ഒരു ഇത് വരച്ചു അല്ലേ, നമ്മൾ കറക്റ്റ് സെൻറ്റർ കേന്ദ്രത്തിലൂടെ വ്യാസം വരച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ AB എന്ന ഒരു വ്യാസം വരച്ച് അതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വ്യാസം, അതിൻ്റെ രണ്ടറ്റങ്ങളും ഈ വ്യാസത്തിൻ്റെ രണ്ടറ്റങ്ങളും ഇതുപോലെ വൃത്തത്തിലേക്ക് മുട്ടിച്ച് കഴിഞ്ഞാൽ, A എന്ന് പറയുന്ന ഭാഗവും B എന്ന് പറയുന്ന ഭാഗവും ഇതുപോലെ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് നമ്മൾ ഇതുപോലെ മുട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ ഉറപ്പായിട്ടും ഇവിടെ പുതിയൊരു കോൺ ഉണ്ടാവുന്നുണ്ട് അല്ലേ, പുതിയൊരു കോൺ ഉണ്ടാവുന്നുണ്ട്. ഇനി അത് താഴേക്ക് വരച്ച് കഴിഞ്ഞാലും ചേഞ്ച് ഒന്നുമില്ല, അതുപോലൊരു കോൺ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ആദ്യമായിട്ട് പറയുന്ന കാര്യം തന്നെ, നിങ്ങളിങ്ങനെ ഒരു അർദ്ധവൃത്തം വരച്ച് ഇത്തരത്തിൽ വരയ്ക്കുകയാണെങ്കിൽ, ഇത്തരത്തിൽ കോണ് വരച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ എക്സാക്റ്റ് 90 ഡിഗ്രി ആയിരിക്കും, ഉറപ്പായിട്ടും അതൊരു മട്ടകോണായിരിക്കും അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും നമുക്കവിടെ കിട്ടുക എന്നുള്ളതാണ് ടെക്സ്റ്റിൽ ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ആ 90 ഡിഗ്രി എന്തുകൊണ്ടാണ് അവിടെ നമുക്ക് കിട്ടുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലൊരു വൃത്തം വരച്ച് ആരം വ്യാസമെല്ലാം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു പോയിൻ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റിലേക്ക് വരക്കാം. ഇത് എവിടെ എങ്ങോട്ട് വരച്ച് കഴിഞ്ഞാലും ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ വൃത്തത്തിലേക്ക് വരച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കവിടെ കറക്റ്റ് 90 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അതിൽ യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല, അതൊരിക്കലും മാറാനും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു പോയിൻ്റ് ആയതുകൊണ്ട് നമുക്ക് അവിടെ P എന്ന് കൊടുക്കാം. അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ APB എന്ന് പറയുന്ന ഈ ഒരു കോണ്, APB. അപ്പോൾ ഈ കോണിൻ്റെ പേര് കൊടുക്കുന്ന ആ രീതിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഓർത്തിരിക്കണം. ഇത് ഈ കോണ് കറക്റ്റായിട്ട് മട്ടക്കോണായി അല്ലെങ്കിൽ റൈറ്റ് ആംഗിളായി അല്ലെങ്കിൽ 90 ഡിഗ്രി കിട്ടുന്നുണ്ട് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്, തെളിയിച്ചു കൊടുക്കേണ്ടത്.
സോ ഈ ഒരു കാര്യം, അപ്പോൾ ഈ ഒരു കോണിനെ നമ്മൾ എ പി ബി എന്ന് വിളിക്കാൻ കാരണം അത് എയിൽ തുടങ്ങി പിയിൽ ചെന്ന് ബിയിൽ വന്ന് അവസാനിക്കുന്ന ഒരു കോണായതുകൊണ്ട് എ പി ബി എന്ന് പറയും. അപ്പോൾ ചെയ്യേണ്ട കാര്യം എ പി ബി 90 ഡിഗ്രി ഉണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്, തെളിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക, നമ്മൾ മുൻപ് ത്രികോണങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൽ സമപാർശ്വ ത്രികോണം, സമഭുജ ത്രികോണം, അങ്ങനെ സദൃശ ത്രികോണം, അങ്ങനെ എല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു ത്രികോണം എന്ന് പറയുന്നത് സമപാർശ്വ ത്രികോണമായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക, സമപാർശ്വ ത്രികോണം. ആ സമപാർശ്വ ത്രികോണം എവിടെയാണ് നമ്മൾ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കോണുമായി ബന്ധപ്പെട്ട് എവിടെയാണോ വൃത്തത്തിൽ ക്വസ്റ്റ്യൻ വരുന്നത് അവിടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് സമപാർശ്വ ത്രികോണമായിരിക്കും. ഓക്കെ, അപ്പോൾ കോണ് ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. കോണുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സമപാർശ്വ ത്രികോണമാണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഇനി വശങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ മറ്റൊരു ത്രികോണം വരുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് മാത്രം ഓർത്തിരിക്കുക. കോണുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോണ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ കോൺ ഇത്രയാണ്, കോൺ അത്രയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തെളിയിക്കാൻ, അങ്ങനെ എല്ലാം ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് അവിടെ ഉറപ്പായിട്ടും ആരുണ്ടാവും, അവിടെ ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ സമപാർശ്വ ത്രികോണങ്ങൾ അവിടെ ഉണ്ടാവും. അത് നിർബന്ധമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോണുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ അവിടെ ഉറപ്പായിട്ടും സമപാർശ്വ ത്രികോണം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് ഇങ്ങനെ ഓർത്തിരിക്കാം. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, ഈ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, നമ്മൾ പല രീതിയിൽ കേട്ടിട്ടുണ്ടാവും അല്ലേ. കോപ്പ എന്ന് ഓർത്തിരുന്നാൽ മതി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കോണ് എന്ന് പറയുന്ന ഭാഗം, ഇത് നമ്മുടെ സമപാർശ്വത്തിൻ്റെ പാർശ്വം. ഓക്കെ, പാർശ്വം. സോ നമ്മൾ കോപ്പ അമേരിക്ക എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ കോപ്പ കപ്പ് അല്ലേ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങളിത് ഓർത്തിരിക്കുക, കോപ്പ എന്ന് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ കോ എന്ന് പറയുമ്പോൾ നമ്മൾ കോണിനെ പറ്റി ചിന്തിക്കും. അപ്പോൾ ഒരു വൃത്തത്തിനകത്ത് ഒരു കോണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പാർശ്വം അല്ലേ, പാർശ്വ ത്രികോണം പഠിച്ചിരിക്കുക. സോ കോപ്പ എന്ന് ഓർത്തിരിക്കുക, സമപാർശ്വ ത്രികോണം എന്ന് കറക്റ്റ് പഠിച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതൊരു ത്രികോണമാണ്. ആ ത്രികോണത്തിൽ ഇത് 90 ഡിഗ്രി ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, തെളിയിക്കാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെ തെളിയിക്കും എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞ ഈ 90 ഡിഗ്രി എന്ന് പറയുന്നത് ഒരു കോണിൻ്റെ കണക്കാണ് അല്ലേ, കോണിൻ്റെ കണക്കാണ്. അപ്പോൾ കോണിൻ്റെ കണക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കോൺ സമപാർശ്വം, കോപ്പ അല്ലേ, കോൺ പാർശ്വം, കോപ്പ സമപാർശ്വം. ആ ഒരു രീതി പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു സമപാർശ്വ ത്രികോണം നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് സമപാർശ്വമായി, എങ്ങനെ കിട്ടി എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ പറയാം. അപ്പോൾ ഇനി ഒന്നും കൂടെ സിമ്പിളാക്കുകയാണെന്നുണ്ടെങ്കിൽ, കോണുമായി ബന്ധപ്പെട്ട് എന്തൊരു ക്വസ്റ്റ്യൻ വന്നാലും അവിടെ സമപാർശ്വമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി അത് മറക്കുന്നില്ല. അപ്പോൾ അതിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ പഠിച്ചിരിക്കുക, ഉറപ്പായിട്ടും അങ്ങനെ സമപാർശ്വം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ, എല്ലാ ക്വസ്റ്റ്യനിലും ഇങ്ങനെ കോണുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെയാണോ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഇപ്പോൾ ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആ പി എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ കേന്ദ്രത്തിലേക്ക് മുട്ടിക്കാൻ നോക്കുക. അങ്ങനെ കേന്ദ്രത്തിലേക്ക് നമ്മൾ അതിനെ വരച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ കേന്ദ്രത്തിലേക്ക് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉറപ്പായിട്ടും സമപാർശ്വ ത്രികോണങ്ങൾ കിട്ടുമെന്നുള്ളതിൽ 100% ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കേന്ദ്രത്തിലേക്ക് ഇതുപോലെ മുട്ടിക്കണം. അങ്ങനെ മുട്ടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കവിടെ സമപാർശ്വ ത്രികോണം കിട്ടും. അപ്പോൾ അതെങ്ങനെ കിട്ടുന്നുണ്ട്, എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയാൻ പോകുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഒരു സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇത്. നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യനിൽ കോണുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തെളിയിക്കാനുണ്ടോ, അല്ലെങ്കിൽ എന്തെല്ലാം കണ്ടുപിടിക്കാനുണ്ടോ, അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യുക, യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഈ കേന്ദ്രം ഉണ്ടല്ലോ, നമ്മുടെ ഒ എന്ന് പറയുന്ന ഈ കേന്ദ്രം ഉണ്ടല്ലോ,
ആ കേന്ദ്രം എവിടെയാണോ ചോദ്യം ചോദിച്ചത് ആ ഭാഗവുമായിട്ട് നമ്മൾ മുട്ടിക്കുക. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡോട്ട് ഇട്ടൊക്കെ വരക്കാം. അങ്ങനെ കുത്തിട്ട് വരക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്ന് തന്നെയാണെങ്കിലും ഞാൻ തൽക്കാലം ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. സോ അതെന്ത് ചെയ്യാം, നമുക്കിത് മുട്ടിക്കാം. അപ്പോൾ അങ്ങനെ നമ്മളത് കൂട്ടി മുട്ടിക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഇത് ഉറപ്പായിട്ടും എല്ലാ ക്വസ്റ്റ്യനിലും ഇതേ രീതിയാണ്, യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കറക്റ്റ് പഠിച്ചിരിക്കുക. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇപ്പോൾ പറഞ്ഞ പോലെ ഒ പി കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒ പി യോജിപ്പിക്കുക. ആദ്യത്തെ നമ്മുടെ പണിയാണ് ഒ പി യോജിപ്പിക്കുക. അതെന്തിനാണ് നമ്മൾ യോജിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒ പി യോജിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ ഇടതുവശത്തും വലതുവശത്തുമായിട്ട് നമുക്ക് രണ്ട് ത്രികോണങ്ങൾ കിട്ടുന്നുണ്ട് അല്ലേ. ഇവിടെ എ ഒ പി എന്ന് പറഞ്ഞൊരു ത്രികോണവും അതുപോലെ ഇവിടെ ബി ഒ പി എന്ന് പറയുന്ന മറ്റൊരു ത്രികോണം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ത്രികോണങ്ങളൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ പോയിൻറ്റും വെച്ച് നോക്കി കണ്ടുപിടിച്ചു, എ ഒ പി അതുപോലെ ബി ഒ പി. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ട്, ചിത്രത്തിൽ രണ്ട് ത്രികോണങ്ങൾ കിട്ടുന്നുണ്ട് അല്ലേ. അങ്ങനെ രണ്ട് ത്രികോണങ്ങൾ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ത്രികോണങ്ങൾ ആരൊക്കെയാണ് എന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം ഇവിടെ ആദ്യത്തെ ത്രികോണം എ ഒ പി ആണ്, എ ഒ പി അല്ലേ, എ ഒ പി. നിങ്ങൾ നോക്കുക, അതുപോലെ നമുക്ക് രണ്ടാമത്തെ ത്രികോണം ആരുണ്ട്, ത്രികോണം ബി ഒ പി ഉണ്ട് അല്ലേ. എ ഒ പി ബി ഒ പി രണ്ട് ത്രികോണങ്ങളാണ് നമുക്കുള്ളത്. അതിൽ എ ഒ പി ഫസ്റ്റത്തെ, ബി ഒ പി രണ്ടാമത്തെ അല്ലേ. ഇവിടെ ഈ ഇടതുവശത്ത് കാണുന്നത് എ ഒ പി, ഇത് ബി ഒ പി. അങ്ങനെ രണ്ട് ത്രികോണങ്ങൾ ഉണ്ടെങ്കിൽ ഇനി ആ രണ്ട് ത്രികോണങ്ങൾക്കും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. അപ്പോൾ ആ പ്രത്യേകത എന്താണെന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്താണോ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും ഈ ത്രികോണത്തിനെ പറ്റിയിട്ട് നമ്മൾ ചെയ്യുക. സോ അറിഞ്ഞിരിക്കുക, ഈ ഒരു ത്രികോണത്തിൽ എ ഒ പി എന്ന് പറയുന്ന ഈ ഒരു ത്രികോണത്തിൽ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞു അത് സമപാർശ്വമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ സമപാർശ്വം എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണങ്ങളാണ് സമപാർശ്വം. ഓക്കെയാണ്, രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണങ്ങളാണ് സമപാർശ്വം. സോ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു സൈഡ് അല്ലേ, ഈ ഒരു സൈഡും അതുപോലെ ഈ ഒരു സൈഡും നിങ്ങൾ നോക്കുക, ഈ രണ്ട് സൈഡുകൾ നിങ്ങൾ നോക്കുക. ആ രണ്ട് സൈഡും എന്താണ്, നമുക്ക് നമ്മുടെ വൃത്തത്തിൻ്റെ ആരങ്ങളാണല്ലോ അത് രണ്ടും അല്ലേ. ഈ ഒ എ എന്ന് പറയുന്നതും ഒ പി എന്ന് പറയുന്നതും നമ്മുടെ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് വരച്ച രണ്ട് ആരങ്ങളാണ്. അങ്ങനെ എ ഒ പി എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ത്രികോണത്തിൽ, ഞാനിപ്പോൾ ഇതിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. സോ ആ ഷെയ്ഡ് ചെയ്ത ത്രികോണത്തിലെ എ ഒ പിയിൽ ഒ എ എന്ന് പറയുന്ന ഭാഗവും അതുപോലെ ഒ പി എന്ന് പറയുന്ന ഭാഗവും നിങ്ങൾ ശരിക്കും നോക്കുക, ഒ എ ഒ പി ആ രണ്ട് ഭാഗങ്ങളും തുല്യമാണ്. ഇനി എന്തുകൊണ്ടാണ് അത് തുല്യമാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൃത്തത്തിൻ്റെ ആരങ്ങളാണത് അല്ലേ, ആരങ്ങളാണ്. അപ്പോൾ ആരങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ആരം 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 5 തന്നെ ആയിരിക്കും, യാതൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആ രണ്ട് വശങ്ങളും ആരങ്ങളാണ്. അപ്പോൾ അത് ആരങ്ങളാണെങ്കിൽ ഇപ്പോൾ രണ്ട് വശം നമുക്ക് തുല്യമായിട്ട് കിട്ടിയില്ലേ. അതുകൊണ്ട് ത്രികോണം എ ഒ പി എന്തായി മാറി, രണ്ട് സൈഡുകൾ തുല്യമായതുകൊണ്ട് എ ഒ പി സമപാർശ്വ ത്രികോണമാണ് എന്നുറപ്പല്ലേ. സോ നമുക്കങ്ങനെ സമപാർശ്വ ത്രികോണമാണ് എന്ന് കിട്ടി. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, സമപാർശ്വ ത്രികോണമാണെങ്കിൽ അവിടെ രണ്ട് കോണുകൾ കൂടെ നമുക്ക് തുല്യമായിട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു ത്രികോണം സമപാർശ്വമാണെങ്കിൽ വശങ്ങൾ മാത്രമല്ല അതിൻ്റെ രണ്ട് കോണുകളും തുല്യമായിരിക്കും എന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ആ കോണുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, തുല്യമായ വശങ്ങൾക്ക് അല്ലേ. ഇവിടെ തുല്യമായ വശങ്ങൾക്ക് എതിരെ നിൽക്കുന്ന കോണുകൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് രണ്ടുമാണ് വശങ്ങൾ. അപ്പോൾ ഈ വശത്തിനെതിരെ നിൽക്കുന്ന ഈ കോണും അല്ലേ, ഈ കോണും അതുപോലെ ഇതിനെതിരെ നിൽക്കുന്ന ആ കോണും എന്തായിരിക്കും, തുല്യമായിരിക്കും. ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും. ഓക്കെ ആണല്ലോ. ഇത്രയാണ് നമുക്കതിന് വശങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചത്. സമപാർശ്വമാണെന്ന് കണ്ടുപിടിച്ചു, അതിനുശേഷം വശങ്ങൾ ഉപയോഗിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. സോ അങ്ങനെ അത് രണ്ടും തുല്യമാണെങ്കിൽ, നമുക്ക് തുല്യമാണെന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ
അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ആ രണ്ട് കോണുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഒരു പേര് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിനെ എക്സ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എത്രയാണ് നമുക്ക് ഉറപ്പില്ല, അറിയുന്നില്ല. ഇത് 20 ആണെങ്കിൽ ഇത് 20 ഉണ്ടായിരിക്കും, ഇത് 40 ആണെങ്കിൽ 40 ഉണ്ടായിരിക്കും, ഇത് 30 ആണെങ്കിൽ ഇത് 30 ഉണ്ടായിരിക്കും. പക്ഷേ എത്രയാണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോണ് എക്സ് എന്ന് തന്നെ ഉണ്ടായിരിക്കും. കാരണം ഇത് രണ്ടും തുല്യമാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് രണ്ടും എക്സ് എന്ന് കിട്ടും. സോ ആ കോണുകൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് കോൺ ഒ എ പി എന്ന് പറയുന്ന കോണും, അല്ലേ, ഒ എ പി എന്ന് പറയുന്ന കോണും മുകളിൽ കോൺ ഒ പി എ എന്ന് പറയുന്ന കോണും തുല്യമായിരിക്കും. നമ്മളതിനെ എക്സ് എന്ന് കാണിച്ചു. ഓക്കെ, അപ്പോൾ രണ്ട് കോണുകൾ നമുക്ക് തുല്യമായിട്ട് കിട്ടി. കാരണം ത്രികോണം സമപാർശ്വമാണെന്ന് ഉറപ്പായി. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വലതുവശത്തുള്ള ത്രികോണത്തിനെ പറ്റിയിട്ടും വിവരിച്ച് എഴുതാൻ പറ്റും. അപ്പോൾ ഇനി എങ്ങനെയാണ് എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബി ഒ പി എന്ന് പറയുന്ന നിങ്ങൾ ആ ത്രികോണം നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇത് ഒ ബി എന്ന് പറയുന്നത് ഒരു ആരമാണ്. അതേ ആരം തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് രണ്ടും ആരങ്ങളായതുകൊണ്ട് അത് രണ്ടും എന്തായി മാറി, തുല്യമായിട്ട് മാറി. അപ്പോൾ അങ്ങനെ ആരങ്ങൾ തുല്യമായതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ഒ ബി എന്ന് പറയുന്നതും ഒ പി എന്ന് പറയുന്നതും തുല്യമാണ്. കാരണം അത് വൃത്തത്തിൻ്റെ ആരങ്ങളാണ്. അപ്പോൾ ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മൾ ആരങ്ങൾ തുല്യമായതുകൊണ്ട് ത്രികോണം സമപാർശ്വമാണെന്ന് പറഞ്ഞു. അതേപോലെ ഇപ്പുറത്ത് നമുക്ക് പറയാൻ പറ്റും ത്രികോണം ബി ഒ പി അല്ലേ, ബി ഒ പി സമപാർശ്വ ത്രികോണമാണ് എന്ന് പറയാൻ പറ്റും. അങ്ങനെ സമപാർശ്വമാണെങ്കിൽ രണ്ട് കോണുകൾ തുല്യമായിരിക്കുമല്ലോ. ഇതാ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച പോലെ രണ്ട് കോണുകൾ തുല്യമായിരിക്കും. ഇനി അത് ആരൊക്കെയെന്നുള്ളത് അറിയാനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നോക്കേണ്ടത്. നമുക്കറിയാലോ, ഇതല്ലേ ഒരാരം, ഇതല്ലേ മറ്റേ ആരം. രണ്ടാളുടെയും ഓപ്പോസിറ്റ് എതിരെ നിൽക്കുന്ന കോണുകൾ എന്ന് പറയുന്നത് ഒന്ന് ഇയാളും ഒന്ന് ഇയാളും അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെയുള്ള കോണിനെ ഇങ്ങനെ മാർക്ക് ചെയ്യുക, ഇപ്പുറത്തുള്ള കോണിനെ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അളവ് നമുക്കറിയില്ല അല്ലേ, നമുക്ക് എത്രയാണ് കറക്റ്റ് അളവെന്ന് നമുക്കറിയില്ല. ആ അളവ് അറിയാതെയാണ് നമ്മൾ 90 ഉണ്ടെന്ന് തെളിയിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ് നമുക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അറിയാത്തത് കൊണ്ട് തന്നെ നേരത്തെ എക്സ് കൊടുത്തു എന്ന് വിചാരിച്ച് ഇവിടെ നമ്മൾ എക്സ് കൊടുക്കാൻ പറ്റില്ല. കാരണം എക്സ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിലയാണ്. ആ വില ഇപ്പോൾ ഒരു 20 ആണെന്നുണ്ടെങ്കിൽ ഇതും 20 ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. ഇനി ഇത് 20 ഉണ്ടെങ്കിൽ ഇതൊരു എന്തായാലും 20 ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എക്സ് കൊടുത്തത് കൊണ്ട് നമുക്ക് ഇവിടെ എക്സ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് വേറൊരു വില നമ്മൾ അതിന് കൊടുക്കണം. അങ്ങനെ ഞാൻ അതിന് വൈ എന്ന് കൊടുത്താൽ, ഇതിനെ വൈ എന്ന് കൊടുത്താൽ ഉറപ്പായിട്ടും ഈ കോണും എന്ത് തന്നെ ആയിരിക്കും, വൈ തന്നെ ആയിരിക്കും. കാരണം അത് രണ്ടും തുല്യമാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ വൃത്തത്തിനകത്തുള്ള ത്രികോണത്തിൽ, അതായത് ത്രികോണം എ ബി സി എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ വലിയ ത്രികോണത്തിൽ 3 കോണുകൾ നമ്മൾ കിട്ടി. എ ബി സി അല്ല, സോറി, എ ബി പി എന്ന് പറയുന്ന ത്രികോണത്തിലെ 3 കോണുകൾ നമുക്ക് കിട്ടി. ആ 3 കോണുകൾ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി ആൻസർ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഇവിടെ ആരൊക്കെയാണ് ആ കോണുകൾ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. കോൺ ഒ ബി പിയും കോൺ ഒ ബി പിയും കോൺ ഒ പി ബിയും ആയിരിക്കും നമുക്ക് വൈ എന്ന് പറയുന്ന അളവ് കിട്ടിയ തുല്യമായ കോണുകൾ. ഓക്കെ, അപ്പോൾ എക്സും വൈയും നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. ഇവിടെ ഒരു കോൺ എക്സ് കിട്ടി, ഇവിടെ ഒരു കോൺ വൈ എന്ന് കിട്ടി. സോ ഇത് ഇത്രയും സ്റ്റെപ്പ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 3 തിയറികൾക്കും അല്ലെങ്കിൽ 3ഓളം കോൺസെപ്റ്റുകൾക്കും ഇത്രയും സ്റ്റെപ്പിൽ യാതൊരു ചേഞ്ചും ഇല്ല. ചോദ്യം ഏത് തന്നെ ആയാലും എന്ത് തന്നെ ആയാലും ഇത് ഉറപ്പായിട്ടും ഇത്രയും ഭാഗം വരെ ഒരു മാറ്റം ഇല്ലാതായിരിക്കും നമ്മുടെ ആൻസർ. അതിൽ ചില സമയത്ത് ഈ കോണുകൾക്ക് ക്വസ്റ്റ്യനിൽ അളവുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ എക്സിനും വൈക്കും പകരം നമുക്ക് അളവുകളും കൂടെ വരും. അപ്പോൾ പിന്നെ കൂടുതൽ സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കണം.
ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം ആൻസർ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതിൽ നമ്മൾ പഠിച്ചത് പ്രകാരം നമ്മൾ ആദ്യം വരച്ച ത്രികോണത്തിൻ്റെ അല്ലേ, ആദ്യം വരച്ച നമ്മുടെ എ ബി പി എന്ന് പറയുന്ന വലിയ ത്രികോണത്തിൻ്റെ 3 കോണുകൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. ത്രികോണം എ ബി പിയിൽ എ ബി പിയിൽ നമുക്ക് 3 കോണുകളുണ്ട്. ആ കോണുകൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് കോൺ എ ആണ്, അതുപോലെ അടുത്തത് കോൺ ബി ആണ്, അടുത്തത് കോൺ പി ആണ് അല്ലേ. ഇത് നമ്മുടെ കോൺ എ ആണ്, ഇത് നമ്മുടെ കോൺ ബി ആണ്, ഇത് പി ആണ്. അപ്പോൾ അതൊരു ത്രികോണമായതുകൊണ്ട് തന്നെ നമുക്കറിയുന്നൊരു കാര്യം, ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എത്ര കിട്ടും? 3 കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് 180 നമുക്ക് കിട്ടണം ആണല്ലോ. 180 നമുക്ക് കിട്ടണം. ഇനി നിങ്ങൾ നോക്കുക, എന്താണ് നമ്മുടെ കോൺ എയുടെ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന കോണിൻ്റെ വാല്യൂ എന്താണ് നിങ്ങൾ നോക്കുക. നമുക്കറിയാം ഇവിടെ എക്സ് ആണ് എയുടെ വില അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എ എന്ന് പറയുന്ന കോണിന് പകരം നമ്മൾ എക്സ് എന്ന് എഴുതുക. ഓക്കെ, എക്സ് എന്ന് എഴുതുക. പ്ലസ് ഇനി നിങ്ങൾ നോക്കുക, കോൺ ബിയുടെ വാല്യൂ നിങ്ങൾ നോക്കുക അല്ലേ. ബി ഇവിടെ നമുക്കറിയാം വൈ ആണ്. അപ്പോൾ അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ബിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യാം, വൈ എന്ന് എഴുതുക. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് എന്നായി അല്ലേ. ഇനി പി എന്ന് പറയുന്ന കോൺ നമുക്ക് കണ്ടുപിടിക്കണം. സോ പി എന്ന് പറയുന്ന കോണ് ഓൾറെഡി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഈ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ മുഴുവൻ കോണിനെയാണ് നമ്മൾ പി എന്ന് പറയുന്നത് അല്ലേ. ആ മുഴുവൻ കോണിനെയാണ് പി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ആ കോണിൽ ഇത്രയും ഭാഗം എക്സും അവിടുന്ന് അങ്ങോട്ട് ഇത്രയും ഭാഗം വൈയുമാണുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗം എക്സും ബാക്കി ഭാഗം വൈയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എക്സും കുറച്ച് വൈയും. അപ്പോൾ അത് മുഴുവൻ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സും വൈയും കൂടിയതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ് എന്ന് പറയുന്ന കുറച്ച് കോണും പ്ലസ് വൈ എന്ന് പറയുന്ന കുറച്ച് കോണും കൂടിയതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്കതിനെ എഴുതാൻ പറ്റും. ഈക്വൽ ടു എല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ 180 ആണെന്ന് ഓൾറെഡി നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആക്കിയിട്ട് നമുക്ക് ആ ഇക്വേഷൻ ചെറുതാക്കിയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ടുള്ള സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കിട്ടിയ ഈ ഒരു ഇക്വേഷനെ, ഈ ഒരു സമവാക്യം വെച്ച് നമ്മൾ അത് സോൾവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ എല്ലാം പ്ലസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ചേഞ്ചും വേണ്ട. എല്ലാം നിരത്തി എഴുതി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ എന്നത് നമുക്ക് ഈ ബ്രാക്കറ്റും കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ പ്ലസ് വീണ്ടും എക്സ് പ്ലസ് വൈ എന്ന് വരും, ഈക്വൽ ടു 180. അപ്പോൾ ഇത് നമ്മൾ മുകളിൽ എഴുതിയ കാര്യം തന്നെയാണ്, ബ്രാക്കറ്റ് മാത്രം കളഞ്ഞു, ആ ഒരു ചേഞ്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം 2x എന്ന് കിട്ടും. ഓക്കെ, നമുക്കവിടെ 2x എന്ന് കിട്ടും. ഇനി ഇവിടെ y ഉണ്ട്, ഇവിടെ y ഉണ്ട്. രണ്ടുപേരും ചേർന്നാൽ പഴയ പോലെ തന്നെ 2y എന്ന് കിട്ടും. അപ്പോൾ 2x പ്ലസ് 2y വിച്ച് ഇസ് ഈക്വൽ ടു 180. യാതൊരു മാറ്റമില്ല, അത് അതുപോലെ അവിടെ നിൽക്കുന്നുണ്ട്. ക്ലിയർ? അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇവിടെ ഈ എക്സിൻ്റെ കൂടെയും ഒരു 2 ഉണ്ട്, വൈയുടെ കൂടെയും 2 ഉണ്ട്. അപ്പോൾ 2 പേരുടെ കൂടെയും 2 ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ 2 എന്ന് പറയുന്ന വാല്യൂവിനെ കോമൺ ആക്കിയിട്ട് പൊതുവായിട്ടൊരു സംഖ്യയായിട്ട് നമുക്കിവിടെ താഴെ എഴുതാൻ പറ്റും. ആ 2നെ നമ്മൾ പൊതുവായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബ്രാക്കറ്റിലിട്ടിട്ട് ബാക്കി ഇവിടെ വരുന്നത് ഒരു എക്സ് ഉണ്ടായിരിക്കും. ആ എക്സ് നമ്മളിതുപോലെ എഴുതി, പ്ലസ് ഈ പ്ലസ് ആണത്, പിന്നെ ഈ 2 ഇവിടെ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് പിന്നെ ബാക്കി വരുന്നത് ഈ പറഞ്ഞ y ആണ്. അപ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ മുകളിൽ എഴുതിയ ഇത്രയും ഭാഗം നമ്മൾ എന്ത് ചെയ്തു, താഴെ ഈ ഒരൊറ്റ വരിയിലാക്കി മാറ്റി. സോ വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 180 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇവിടെ എക്സും വൈയും മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ 2 എന്ന് പറയുന്ന വാല്യൂവിനെ
നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് തട്ടണം. കാരണം എക്സും വൈയും ആരാണ് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ 2 ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ 2 എന്ത് ചെയ്യണം, ഇവിടുന്ന് നേരെ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അത് അങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് ഈ സമയത്ത് ഇവിടെ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന വാല്യൂവുമായി ഗുണിക്കാനായിരുന്നു ഇവിടെ ഈ 2 ഉണ്ടായിരുന്നത് അല്ലേ. 2 ഗുണിക്കണം എക്സ് പ്ലസ് വൈ എന്നായിരുന്നു. അത് നേരെ നമ്മുടെ ഈക്വൽ ഉണ്ടല്ലോ, സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഉള്ള ഗുണനം എന്തായി മാറും, ഇപ്പുറത്തെത്തുമ്പോൾ അത് ഹരണമായിട്ട് മാറും. അതിവിടെ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ അത് മൈനസ് ആയിട്ട് മാറും. ഇനി ഇവിടെ ഹരണമാണെങ്കിൽ അവിടെ എത്തുമ്പോൾ ഗുണനമായിട്ട് മാറും, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഇവിടെയുള്ള ഗുണന ചിഹ്നം അവിടെ ഹരണമായിട്ട് മാറുന്ന സമയത്ത് ഇപ്പുറത്തുനിന്ന് 2 കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ളത് വെറും ഒരു എക്സ് പ്ലസ് വൈ മാത്രമായിരിക്കും. സോ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് മാത്രമായി മാറും. ബാക്കി അവിടെ ഓൾറെഡി 180 ഉണ്ട്. പോരാത്തതിന് നമ്മളിവിടെ ഉള്ള 2 അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങോട്ട് മാറ്റുന്ന സമയത്ത് ആ 2 എന്ന് പറയുന്നത് ഹരിക്കണം 2 മാറും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് 180/2 എന്ന് പറഞ്ഞാൽ 180ൻ്റെ പകുതി. സോ അവിടെ എത്ര കിട്ടും, 90 എന്ന് കിട്ടും. 180ൻ്റെ പകുതി 90 എന്ന് കിട്ടും. അപ്പോൾ അത്രയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നതാണ് 90 അല്ലേ. എക്സ് പ്ലസ് വൈ ആണ് 90. എക്സ് പ്ലസ് വൈ ആണ് 90. ശ്രദ്ധിച്ച് നോക്കുക, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന വാല്യൂ 90 ആണെങ്കിൽ നമ്മുടെ ചിത്രത്തിലുള്ള ഈ ത്രികോണത്തിലെ എക്സ് പ്ലസ് വൈ ഇത് രണ്ടും കൂടിയതല്ലേ എക്സ് പ്ലസ് വൈ, അല്ലെങ്കിൽ നമ്മുടെ പി എന്ന് പറയുന്ന കോണല്ലേ അത് എക്സ് പ്ലസ് വൈ. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെയുള്ള കോൺ പി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അതാണ് നമ്മളിപ്പോൾ തെളിയിച്ച് കഴിഞ്ഞത്. അപ്പോൾ കോൺ പി 90 ആണെന്ന് തെളിയിക്കുക, അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിലെ കോൺ 90 ആണെന്ന് തെളിയിക്കുക എന്നെല്ലാം പറഞ്ഞിട്ടാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ അതെന്തുകൊണ്ട് 90 ആയി എന്നുള്ളതാണ് നമ്മൾ ഇത്രയും സ്റ്റെപ്പുകളിലൂടെ ചെയ്തു വന്നത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്ന സമയത്ത് ഇത്രയും ലെങ്തി ആയിട്ടുള്ള സ്റ്റെപ്പുകളൊന്നും ഇനി ഉണ്ടാവില്ല. കാരണം ഇവിടെ എക്സ് വൈ എന്നെല്ലാം പറയുന്നിടത്ത് നമുക്ക് വാല്യൂസാണ് കിട്ടുക. അതായത് 60, 30, 90, 40 അങ്ങനെയുള്ള വാല്യൂസാണ് കിട്ടുക. അപ്പോൾ എക്സും കൂട്ടി 2x എന്നൊക്കെ എഴുതുമ്പോൾ നമ്മൾ 30 കൂട്ടി 60 എന്നൊക്കെ സിമ്പിളായിട്ട് എഴുതി ഏകദേശം ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമ്മുടെ ആൻസർ കഴിയും. അപ്പോൾ ഇവിടെ ബേസിക് നോളജ് ആയതുകൊണ്ട് ഇത്രയും നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തു വരണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2-3 പ്രാവശ്യം സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ സിമ്പിളായിട്ട് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവും. അതിൻ്റെ കൂടെ തന്നെ ഇത്രയും കാര്യങ്ങൾ എല്ലാ ക്വസ്റ്റ്യനിലും കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയും സംഭവം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യമായിട്ട് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പ്രോബ്ലമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. സോ അടുത്ത ദിവസം ബാക്കി ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് ഡിസ്കഷനായിട്ടും അതുപോലെ ക്ലാസ്സുകളായിട്ടും കാണാം. സോ അതുവരേക്കും ഹാവ് എ ഗുഡ് ഡേ.